നമസ്കാരം. നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ കട്ടക്കലിപ്പിലാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ആരാണ് നമുക്കറിയാം. വാഗ്മിയാണ്, കോൺഗ്രസ് നേതാവാണ്, ഇപ്പോൾ MP ആണ് എന്ന് വേണ്ട സകലമാന സിനിമാ നടനാണ്. അത് നമ്മൾ പറയാതിരിക്കരുത്, സിനിമാ നടനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ കട്ടക്കലിപ്പിലാണ്. കട്ടക്കലിപ്പ് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈയിടെ കൊണ്ട് ഒരു ചെറിയ ഇടച്ചിലുണ്ട്. പത്മജ വേണുഗോപാൽ ഇവിടെ പോയല്ലോ BJP-യിലേക്ക്, ഏതോ ഗവർണറൊക്കെ ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കോൺഗ്രസിനകത്ത് സീറ്റ് കിട്ടുന്നില്ല, കോൺഗ്രസ് വലിയ പ്രശ്നമാണ്, അവിടെ പവർ ഗ്രൂപ്പ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടും പവർ ഗ്രൂപ്പ് ഇല്ലാത്ത BJP-യിലേക്ക് പോയി ചേക്കേറി കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെയോ കിട്ടും. മിക്കവാറും അടുത്ത BJP മുഖ്യമന്ത്രി പത്മജ വേണുഗോപാൽ ആയിരിക്കും എന്നൊരു ശ്രുതി എവിടെയോ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ വേറൊരു കാര്യമുണ്ട്, അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഡിസംബർ ജനുവരി മാസങ്ങളിൽ അവരുടെ പുനഃസംഘടന വരികയാണ് BJP-യുടെ. അപ്പം പത്മജ വേണുഗോപാൽ മിക്കവാറും അവരുടെ അധ്യക്ഷയായി മാറും, സംസ്ഥാന അധ്യക്ഷ, അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷയെങ്കിലും ആകും. എന്തെങ്കിലും ആയിക്കോട്ടെ. ആ സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉടനെ BJP-യിലേക്ക് ചാടുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഈ നെറ്റിക്ക് ഇവിടുത്തെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നൊരു ചാന്ത് കിട്ടും, കറുത്ത നിറത്തിലെ. അത് സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ അദ്ദേഹം ധരിക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും, കുറി കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ പത്മജ വേണുഗോപാലിന് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. മിക്കവാറും രാജ്മോഹൻ ഉണ്ണിത്താനോട് BJP-യിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം അസംതൃപ്തനാണ് കോൺഗ്രസിൽ. സത്യത്തിൽ അസംതൃപ്തൻ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ, അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിച്ചു വാരിയിട്ടും കൊടുത്തു. ആരെ? പത്മജ വേണുഗോപാലിനെ. പഴയ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത്, ഞാൻ പറയാൻ തുടങ്ങി 1973 മുതലുള്ള ചരിത്രം ഞാൻ പറഞ്ഞു തുടങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ കയറി അങ്ങ് മൂത്തു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, കോൺഗ്രസിൻ്റെ ചരിത്രമെല്ലാം അറിയാമല്ലോ. ഇപ്പം പറയുന്നത് അദ്ദേഹത്തെ വലിയ ചാണക്യനെന്നും ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ കുലപതി എന്നൊക്കെ വിളിക്കുമല്ലോ. വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള തോന്നിവാസങ്ങൾ എന്നെ കൊണ്ട് പറയിക്കരുത് എന്നുള്ള അർത്ഥത്തിലൊക്കെ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ഏണിയാണത്രേ. അല്ല, ആ ഏണിയല്ല, ഈ ഒരു ഏണി മീൻസ് ലാഡർ, കയറിപ്പോകാനുള്ള. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ മകൻ മുരളീധരനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് കരുണാകരൻ കൊണ്ടു നടന്ന ഒരു ഏണിയായിരുന്നു താൻ എന്നുള്ള ഒരു വളരെ വ്യക്തമായൊരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം. കാര്യം മറ്റൊന്നുമല്ല, അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയൊരു പ്രശ്നമുണ്ടായി. അതായത് തിരുത്തൽവാദം ഉണ്ടായി. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കരുണാകരൻ്റെ മകനെയും പൂട്ടാൻ വേണ്ടിയിട്ട് തിരുത്തൽവാദം എന്ന് പറയുന്ന വലിയൊരു സംഭവം ഇവിടെ നടന്നായിരുന്നു. അപ്പോൾ ആ സംഭവത്തെ തുടർന്ന് കരുണാകരൻ അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കറിവേപ്പില അവിടെ തുലാഭാരം തൂക്കുകയൊക്കെ ചെയ്തു. അവസാനം ആ കറിവേപ്പിലയുടെ അവസ്ഥയിലേക്ക് ആരെത്തി? കരുണാകരൻ എത്തി. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ചെവിക്ക് പിടിച്ച് പുറത്താക്കുക എന്നുള്ളൊരവസ്ഥ വന്നു. ആ സമയത്താണ് വടക്കഞ്ചേരി പോയിന്ന് തോറ്റു തുന്നമ്പാടി ഇദ്ദേഹവും ഇവിടെ വരുന്നത്. ആര്? നമ്മുടെ മുരളീധരൻ. അതായത് ഒരു മന്ത്രി, വൈദവപ്പാന്ന് തോന്നുന്നു, ഒരു മന്ത്രിസ്ഥാനം എടുത്ത് കൈവച്ച് കൊടുത്തു. അപ്പോൾ KPCC അധ്യക്ഷനായി ആ സമയത്ത് ഉള്ള കോൺഗ്രസ്സുകാരെല്ലാം ഭരിച്ചുകൊണ്ടിരുന്ന മുരളീധരന് അതോടുകൂടി KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്നു. പകരം കാത്തിരുന്ന പോലെ ഈ പറയുന്ന തിരുത്തൽവാദത്തിലെ പ്രധാനികളിൽ ഒരാളായ രമേശ് ചെന്നിത്തല, അതായത് സ്വന്തം ഇലക്കകത്ത് നിന്ന് ഇഡലി കൊടുത്ത് വളർത്തിയ രമേശ് ചെന്നിത്തല, കരുണാകരൻ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാണ് രമേശ് ചെന്നിത്തല, യുവ തുർക്കി എന്നൊക്കെയാണ് അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ രമേശ് ചെന്നിത്തല നേരെ ഒഴിഞ്ഞ കസേരയല്ലേ എന്ന് കരുതി KPCC-യുടെ കസേര സ്ഥാനത്തേക്ക് ഇറങ്ങിയിരുന്നു. അങ്ങനെ അതോടുകൂടി മുരളീധരൻ ഔട്ട്. അങ്ങനെ മന്ത്രിയായി. അപ്പോൾ മന്ത്രിയായപ്പോൾ ഒരു MLA ആവണ്ടേ? അങ്ങനെ MLA ആവാൻ വേണ്ടിയിട്ട് നേരെ വടക്കാഞ്ചേരിയിൽ ഒരു തൽക്കാലം കരുണാകരൻ്റെ ഒരു മികവ് കൊണ്ട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് തട്ടിക്കൂട്ടിയെടുത്തു. പക്ഷേ പാലം വലിച്ചു കോൺഗ്രസ്സുകാർ. പാലം വലിച്ചതോടുകൂടി മുരളീധരൻ അവിടെ നിന്ന് വീണു, തോറ്റു. അതോടുകൂടി മുരളീധരനും കരുണാകരനും മനസ്സിലായി, ഇനി കോൺഗ്രസ് പാർട്ടിയിൽ അധികകാലം തുടർന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് പാർട്ടി വിടണം. നേരെ പോയി എല്ലാവർക്കും ഒരു പൈൻറ്റും ഒരു ചിക്കൻ ബിരിയാണിയും ഓഫർ ചെയ്ത് 250 രൂപയും കൊടുത്തുകൊണ്ട് എറണാകുളത്ത് റാലി വിളിച്ചു. DIC, അതായത് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്നൊരു കോൺഗ്രസിന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും വലിയ നേതാക്കന്മാരായി. അന്നാണ് വളരെ വിവാദമായൊരു പ്രസംഗം, ഉമ്മൻചാണ്ടി തന്തയ്ക്ക് വിളിച്ചുകൊണ്ടുള്ള പ്രസംഗം, ഉമ്മൻചാണ്ടി കള്ളനാണ് എന്ന് മുരളീധരൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു പ്രസംഗം നടന്നത് ആ സമയത്താണ്. മിക്കവാറും റാലികളിലായിരുന്നു അങ്ങനെ ഒരു പ്രസംഗത്തിൽ എൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. അന്നതെല്ലാവരും കേട്ട് കൈയടിച്ചു, ഉമ്മൻചാണ്ടി പെരുങ്കള്ളനാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയെല്ലാം കഴിഞ്ഞു. ഡിക്ക് ഏകദേശം എങ്ങും ക്ലച്ച് പിടിക്കാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്ക് ഡിക്കിനകത്ത് അന്ന് എല്ലാവർക്കും മനസ്സിലായി പൈൻറ്റിനും ബിരിയാണിക്കും വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്നത്, 250 രൂപയും കൊടുക്കുമല്ലോ. അപ്പോൾ അതോടുകൂടി ഡിക്ക് പതുക്കെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ തനിക്കും മകനും ഇനി സ്ഥാനമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരാളായിരുന്നു കരുണാകരൻ. അങ്ങനെ ഒടുവിൽ കോൺഗ്രസിലേക്ക് തന്നെ തിരികെ വന്നപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മുരളീധരനെ പാർട്ടിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും വിരുദ്ധ അഭിപ്രായം ഉണ്ടായിരുന്നു. മുരളീധരൻ ഇനിയും പാർട്ടിയിലേക്ക് വേണ്ട, എല്ലാവരും എതിർത്ത് നിന്നു. ഈ പറയുന്ന ഇപ്പോൾ കുടപിടിച്ച് നടക്കുന്ന രമേശ് ചെന്നിത്തല പോലും വന്ന് പറഞ്ഞു എടുക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആകപ്പാടെ എനിക്ക് ഇക്കാര്യത്തിൽ 3 രൂപയുടെ മെമ്പർഷിപ്പ് മാത്രം മതി എന്ന് പറഞ്ഞ ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുത്ത ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല.
ആ അവസ്ഥയിൽ നിന്നെല്ലാം കെ മുരളീധരനെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ തനിക്കൊപ്പം അല്ലെങ്കിൽ താൻ ഏറ്റവും കൂടുതൽ തന്നെ ആശ്രയിച്ചത് കെ കരുണാകരൻ തന്നെ ആയിരുന്നു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. അതായത് ഇതെല്ലാം ചെയ്തു കൊടുത്തത് ഈ കെ മുരളീധരൻ ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടേണ്ടി വന്നിട്ടുണ്ട്. ആർക്ക്? ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അക്കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കെ കരുണാകരന്റെ മകനെ വളർത്താനുള്ള ഏണിയായിരുന്നു താനെന്ന്. വളർത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളർത്തുന്നതല്ല, ഇങ്ങനെ കയറ്റി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏണിയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഈ കെ മുരളീധരൻ ഇപ്പോഴും ഇവിടുത്തെ വലിയ താരമാണ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ല. അദ്ദേഹത്തിന്റെ സ്ഥാനം കെ മുരളീധരന്റെ കോൺഗ്രസിലെ സ്ഥാനം ഒട്ടും സുരക്ഷിതമല്ല എന്ന് കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നു. തീർന്നില്ലേ കാര്യം? അതായത് ഏത് സമയവും പിന്നിൽ നിന്നൊരു കുത്ത് കെ മുരളീധരന് കിട്ടും എന്നർത്ഥം. പിന്നെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നത്. കാര്യം ഇപ്പോൾ ഉടനെ തന്നെ ഒരു MP ആണ്, അത് വേറൊരു കാര്യം. കോൺഗ്രസ് നീക്കേണ്ട തനിക്ക് ഒന്നുകിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനമോ ഒക്കെ തരുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി പോയി. കാര്യം എന്താണെന്നറിയോ? ആരുടെയും പെട്ടിയും ചുമന്നിട്ടില്ല, ആർക്കും പാദസേവയും നടത്തിയിട്ടില്ല താൻ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പറയുന്ന താക്കോൽ സ്ഥാനങ്ങളിലേക്കൊന്നും എത്തിക്കില്ല എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാം. രാജ്മോഹൻ ഉണ്ണിത്താനെ കൃത്യമായി അറിയാമെന്നാണ് പറയുന്നത്. തന്നെ അങ്ങനെയൊന്നും എത്തിക്കില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? താൻ ആരുടെയും പെട്ടിയോ വന്നിട്ടില്ല. KC വേണുഗോപാലിനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കാര്യം എന്താ? രാഹുൽ ഗാന്ധിയുടെ പെട്ടി നോക്കുന്നവരെല്ലാം വലിയ AICCയുടെ വലിയ തലവന്മാരായി തീരുമെന്നൊക്കെയാണല്ലോ പൊതുവിൽ കോൺഗ്രസിനിടയിൽ തന്നെയുള്ള ചില വാക്കുകൾ. അപ്പം അതുകൊണ്ട് ആരുടെയും പെട്ടി ചുമക്കാനും പാദസേവ നടത്താനും താൻ പോയിട്ടില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം 20ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളെക്കാൾ മികച്ച അഭിനേതാക്കൾ ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയത്തിലാണ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സിനിമക്കാർ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത്. നമുക്കറിയാം. അത് കഴിഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരായി അവർ മാറുകയാണ്. പക്ഷേ രാഷ്ട്രീയക്കാരങ്ങനല്ല. മറ്റൊരാളെ തകർക്കാൻ വേണ്ടിയിട്ടും മറ്റൊരാളുടെ ഈ പാലം വലിക്കാൻ വേണ്ടിയിട്ടും ഒരാൾ നിൽക്കുന്നിടത്തിൻ്റെ ഒരു ചോട്ടി പോയെന്ന് അയാൾ അറിയാതെ മണ്ണ് മാന്താനും ഒക്കെ അഭിനയിച്ചുകൊണ്ട് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള കാര്യം സത്യസന്ധമായി അദ്ദേഹം തുറന്നു പറയുകയാണ്. അതോടൊപ്പം തന്നെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. രാഷ്ട്രീയത്തിൽ അല്പസ്വല്പം തൊലിക്കെട്ടി വേണമെന്നുള്ള കാര്യം. അത് നമുക്ക് പലപ്പോഴായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ രാഷ്ട്രീയക്കാർ ഇപ്പം നമുക്കറിയാം DIC ഉണ്ടാക്കിയിട്ട് തിരിച്ച് കോൺഗ്രസ് വരണമെന്നുണ്ടെങ്കിൽ വേണം ഒരു തൊലിക്കെട്ടി അല്ലേ? BJP വിട്ട് കോൺഗ്രസ് വരണമെങ്കിൽ വേണം ഒരു തൊലിക്കെട്ടി. കാര്യം എന്താ? കഴിഞ്ഞ ദിവസം വരെ തന്തയ്ക്ക് വിളിച്ചിട്ട് നടന്നവരെയൊക്കെ വന്ന് കാണണമെങ്കിൽ ഒരു തൊലിക്കെട്ടി വേണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു തൊലിക്കെട്ടി വേണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ്. അത് എനിക്ക് സന്ദീപ് വാര്യരെ ഉദ്ദേശിച്ചായിരിക്കത്തില്ല അത് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ചെകുത്താൻ്റെ അവസാനത്തെ അഭയകേന്ദ്രമാണ് എന്നുള്ള സത്യസന്ധമായ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെകുത്താൻ്റെ അവസാനത്തെ അഭയകേന്ദ്രമാണ്. എന്താണെന്ന് കാര്യം മനസ്സിലായി കാണുമല്ലോ. ചെകുത്താന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാത്താൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നില്ലേ? അപ്പോൾ അവരൊക്കെ എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെകുത്താൻ്റെ അവസാനത്തെ അഭയകേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ തകർക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഇപ്പോൾ MP ആണ്. അതായത് പാർട്ടിക്കുള്ളിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ തകർക്കാൻ വേണ്ടിയിട്ട് നിരവധി തവണ ശ്രമിച്ചു. അത് ഈ കുലദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണത്രേ. അതുകൊണ്ട് ചങ്കൂറ്റത്തിനൊട്ടും കുറവില്ല. അപ്പോൾ ആ കുലദൈവങ്ങളോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് തന്നെ ഇപ്പോഴും ആർക്കും വെട്ടി വീഴ്ത്താൻ കഴിയാത്ത തരത്തിൽ തനിക്കിങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. എങ്കിൽ പോലും ഒതുക്കലുകൾ പല ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൃത്യമായി അദ്ദേഹം ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സ്വകാര്യ ചാനലിന് മുന്നിൽ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്.